സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതാ വീടുന്നുണ്ട് കേട്ടോ. അതെ എന്താണ് ഞാൻ ചേട്ടൻ നീ അനിയൻ അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ ഇപ്പൊ ഇങ്ങനെ വന്നു? എടാ ഇനിയിപ്പോ അവര് പറഞ്ഞില്ല ചേട്ടൻ നിർത്തിട്ട് അനിയൻ കിട്ടാന്ന്. ചിലപ്പോൾ നടന്നില്ലല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞു. പിന്നെ നിന്റെ ഭാര്യ മക്കളെ അറിയാൻ ചെയ്യണം. അതൊന്നും വേണ്ട, ഇങ്ങനെ മതി. നീ ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ ആക്കി. ഇപ്പൊ ആരാ ചേട്ടൻ ആരാ അനിയൻ? ഇനിയിപ്പോ പറഞ്ഞെടുത്ത് വെച്ച് കാണാം. വാ. ആരാ? ബാലസുബ്രഹ്മണ്യത്തിന്റെ വീടല്ലേ? പെണ്ണ് കാണാൻ വന്നവരാണോ? അതെ. പെണ്ണെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കണേ. +2 പഠിക്കുമ്പോൾ പെണ്ണിന് ഒരു ഓട്ടോക്കാരനോട് ചെറിയൊരു വൈദ്യനല്ലേ പേര്? അതെ, വൈദ്യനാഥൻ. എങ്ങനെ അറിയാം? ഇവനാള് ഇങ്ങനെ ഒരു കൊച്ചവന് ഇവിടെ കല്യാണം മുടക്കാൻ നിൽക്കണമെന്ന ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അങ്ങോട്ട് മാറുക, എന്നിട്ട് ആ ബാലസുബ്രഹ്മണ്യത്തിനെ വിളിക്കുക. അമ്മാമേ, അവര് വന്നിരിക്കണു. അവളെ ഒറ്റമോളാണ്. അങ്ങനെയാണ് ഈ വീടൊക്കെ നിൽക്കലാണ്ടാ. വാടക വീട്. നമോസ്തുതേ. നമോസ്തുതേ. നമസ്കാരം. ഇരിക്കുക. നമസ്കാരം. കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിരിക്കും. ആള് കുറച്ച് ഡൗൺ ടു എർത്ത് ആണേ, അതിന്റെ. ഞാൻ വേണിയുടെ അച്ഛൻ ബാലസുബ്രഹ്മണ്യം. ആയിക്കോട്ടെ. ഇതെന്റെ സഹോദരിയുടെ മകനാണ് വൈദ്യനാഥൻ. അതായത് പെണ്ണിന്റെ മുളച്ചിറക്കൻ. ബന്ധം കൊണ്ട് മാത്രമാണ് കേട്ടോ. വേണി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതിനാരാ ഹരി? ചെറുക്കൻ ഓ, കല്യാണപ്പയ്യൻ ഹരിനാരായണ നമ്പൂതിരി. അത് ഇവനാ. ആ നമ്പൂരി ഞാനാ. പെട്ടെന്ന് ഫുൾ നെയിം പറയാത്തപ്പോ കൺഫ്യൂഷൻ ആയേ. ഇത് ഇതെന്റെ അനിയൻ. അനിയൻകുട്ടനാണ്, സൂര്യനാരായണ നമ്പൂതിരി. കണ്ടാ പറയില്ല കേട്ടോ അനിയനാന്ന്. ഉണ്ടാതിരിക്കുക. അപ്പൊ അദ്ദേഹമോ? ബാബു നമ്പൂതിരി നമ്മുടെ വകയിലൊരു അനിയനാണ്. ഇയാള് ഹിന്ദിക്കാരനാണല്ലോ, പിന്നെ എങ്ങനെ നിങ്ങളുടെ അനിയനാവാ? അതെ, ഹിന്ദിക്കാരനാണ്. നമ്മുടെ കൊൽക്കത്തയിലുള്ള മേമയുടെ ഇളയ മകനാണേ. അപ്പൊ ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പൂജയ്ക്ക് പോകാറുണ്ട്. അപ്പൊ ഭാഷാ സഹായത്തിനായിട്ട് നിർത്തിയിരിക്കുക. മാത്രമല്ല പുള്ളി പൂജാ കർമ്മങ്ങളൊക്കെ ബഹുകേമന. നോർത്ത് ഇന്ത്യയിലൊക്കെ പൂജയ്ക്ക് പോകാറുണ്ടോ? എവിടെയൊക്കെ പോയിട്ടുണ്ട്? കുളു, മണാലി, ആഗ്ര. നോർത്ത് ഇന്ത്യയിലെ പുണ്യ സ്ഥലങ്ങളായ കേദാർനാഥ്, ഹരിദ്വാർ, രാമേശ്വരം, അളകാപുരി, മിഥിലാപുരി, അമൃതാപുരി, പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി. അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഭാഗ്യവാന്മാർ. അല്ല, അപ്പം നിങ്ങൾ 3 പേര് മാത്രമേ വന്നിട്ടുള്ളൂ? മുതിർന്നവരായിട്ട് അച്ഛൻ നമ്പൂതിരി വരായിരുന്ന. അപ്പൊ രാവിലെ പെട്ടെന്ന് ഒരു കോള് വന്നു, അർജന്റ് ആയിട്ട് ഒരു പൂജയ്ക്ക് ചെല്ലണമെന്ന് പറഞ്ഞ്. അപ്പൊ ആള് തരം കിട്ടിയാന്ന് മുഖം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. വരാനും വരാതിരിക്കാനും എന്താ മഴയോ? മിണ്ടാതിരിക്കുക വൈദ്യേ. ഓ, ആദ്യം തന്നെ ഞാൻ നിങ്ങളടുത്ത് 2-3 കാര്യങ്ങൾ പറയാം. ആവാ. വേണി അമ്മയില്ലാണ്ട് വളർന്ന കുട്ടിയാണ്. സെയിം ബീച്ച്. ഏട്ടനും അമ്മയില്ലാണ്ടാ വളർന്നേ. ഏട്ടന്റെ അമ്മ കുഞ്ഞിലേ മരിച്ചു പോയതാ. ഏട്ടന്റെ അമ്മ. അപ്പൊ നിങ്ങളുടെ അമ്മ ആരാ? അതെ, ഞങ്ങളുടെ അമ്മ. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാ, അമ്മയില്ലാണ്ട് വളർന്ന കുട്ടികളുടെ വിഷമം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലപോലെ അറിയാന്ന് പറഞ്ഞാ അല്ലേ? അതെ, നല്ല വിഷമണ്ടേ. അവരെ പറയാൻ അനുവദിക്കൂ, എന്നാലല്ലേ അത് മുഴുവിപ്പിക്കാൻ പറ്റുള്ളൂ. സമ്മതിച്ചിരിക്കണു. അതുകൊണ്ട് തന്നെ അവളുടെ എന്തൊരു കാര്യത്തിനും 1000 തവണയെങ്കിലും ഞാൻ ആലോചിക്കാതെ ഒരു തീരുമാനത്തിലും എത്താറില്ല. ഞാനും. ചായം പലഹാരമായോ നോക്കിയോ? ചായം പലരും റെഡിയായി നോക്കിയേ. നിന്നോടാ. നോക്കാം. ഇപ്പൊ കുട്ടിയുടെ ജോലി എന്താന്നാ പറഞ്ഞേ? എനിക്ക് ബിസിനസ്സാ. എന്തിന്റെ ബിസിനസ്? അതാരാന്ന് പോയി നോക്കാം. ആരാ നോക്ക? നിന്നോട് ആരാന്ന് പോയി നോക്കുക. ഒരു അരപ്പിരിയാണേ. കണ്ടപ്പോഴേ തോന്നി. ആരാ? നിങ്ങളാരാ? ഇതന്നല്ലേ വീട്? എന്നോട് ഇങ്ങോട്ട് വരാനുള്ള പറഞ്ഞ ആര്? എങ്ങനെ തള്ളിക്കറി പോണു? ഇവിടെ കല്യാണം മുടക്കൽ. അയ്യോ, അത് അച്ഛൻ തിരുമേനിയാണ്. കടത്തി വിടാൻ പറയൂ. അതെയോ? ഹൈ വൈദ്യ, എന്തായി കണ്ണ അങ്ങോട്ട് മാറി നിൽക്കാതെ? അവരുടെ അച്ഛൻ തിരുമേനിയാണ്. കണ്ട? ക്ഷമിക്കണം, വരെ ഇരിക്ക. അച്ഛനാ? നിനക്ക് പിടിച്ചില്ലേ? ഇല്ല. നമസ്കാരം. തിരുമേനി എന്നോട് ക്ഷമിക്കണം, വിവരവും വിവേകവും ഇല്ലാത്തവനാണേ. അതെനിക്ക് മനസ്സിലായിരിക്കണു. പക്ഷെ എനിക്ക് മനസ്സിലാണ്ടേ, നിപ്പം മട്ടം കിട്ടപ്പോ ഞാൻ കരുതി വല്ല പിരിവാരനുമായിരിക്കും. വൈദ്യ എന്താതിരിക്ക? വേണി ചായ പലവരും എടുത്തും പോയി നോക്ക. എന്താ എവിടെ പറയേണ്ടത് നിശ്ചയില്ലേ? തിരുമേനിയുടെ പേര് പറഞ്ഞില്ല. സുരരാജശേഖരൻ നമ്പൂതിരി. അടുപ്പുള്ളവര് സുരാന്ന വിളിക്ക അല്ലേ? ഇപ്പൊ നമ്മള് ബന്ധുക്കളാകാൻ പോകുന്നവരല്ലേ? ഇപ്പൊ സുരൻ നമ്പൂതിരി എന്ന് വിളിച്ചോ, അല്ലേ നല്ലത് അല്ലേ? പൈ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നിരിക്കണോ? നമ്മുടെ പയ്യന് ഇഷ്ടായോ? അല്ല, ഇതല്ലേ പയ്യൻ? കല്യാണ പയ്യനെ ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യന് ഇഷ്ടമായോ അപ്പൊ ഈ പയ്യന് ഇഷ്ടാവും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പയ്യനും നല്ല അടിപൊളിയാ. അല്ലടാ മോനെ. അച്ഛൻ വീട്ടിലിങ്ങനെയാണ്, ഭയങ്കര തമാശയാ. അതെ അതെ, എനിക്കും അങ്ങനെ തോന്നി.
അല്ല അച്ഛനെ പോലെ അല്ലല്ലോ ഈ രണ്ട് മക്കളും. അച്ഛൻ തിരുമേനിയുടെ ഹ്യൂമർ സെൻസും ആ സൗന്ദര്യം ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അതെ, ഈ കളവൻ എനിക്കിട്ടാണോ നിനക്കിട്ടാണോ പോകുന്നത്? എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുറുക്കുന്ന ശീലുണ്ടോ? ഇല്ല. അല്ല എനിക്കുണ്ടേ, അതാ ചോദിച്ചത്. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് വേറെ സൂത്രപ്പണി അറിയാം. ഈ ഇല എടുത്തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒറ്റയടി. തമാശ, ഭയങ്കര തമാശ. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് പെൺകുട്ടി അങ്ങോട്ട് വിളിക്കാം, അതായിരിക്കും നല്ലത്. ആയിക്കോട്ടെ. അതെ, പെൺകുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. എവിടെ മോളെവിടെ? മോളെ വിളിക്കാം. മോളെ ഇങ്ങ് പോരാ. പോയ്. രസികൻ ആണോ? എന്നാ കുഴപ്പമില്ല. മോളെ